കൊച്ചി ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റിലെ താമസക്കാർക്ക് ഒഴിയാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 52 കുടുംബങ്ങൾ നിലവിൽ ഫ്ളാറ്റിൽ തുടരുന്നുണ്ട്. താമസക്കാരുടെ വാടക അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബലക്ഷയത്തെ തുടർന്നാണ് ഫ്ളാറ്റ് പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. റാഫി കരീം വിവരങ്ങളുമായി ചേരുകയാണ്. റാഫി, ഗുഡ് മോർണിംഗ്, പറയൂ. SKN കൊച്ചിയിലെ ചന്ദീർകുഞ്ച് ആർമി ഫ്ളാറ്റിൽ നിന്ന് താമസക്കാർ ഒഴിഞ്ഞു പോവുകയാണ്. 208 കുടുംബങ്ങളാണ് 28 നിലകളുള്ള ഈ ഫ്ളാറ്റിൽ നിന്ന് ഇപ്പോൾ താമസം മാറുന്നത്. ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് ഇവിടെ നിന്ന് പൂർണ്ണമായി മാറിക്കൊടുക്കണമെന്നുള്ളതാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ ഈ താമസക്കാർ തന്നെയുണ്ട്. സൈനികരാണ് ഇവരെല്ലാം തന്നെ, വിരമിച്ച സൈനികരും ആണ് ഇവരെല്ലാം. എന്താണ് ഇപ്പോൾ ഒരു പ്രഭാകരൻ നായർ, എൻ്റെ പേര് പ്രഭാകരൻ നായർ, ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബോർഡർ. സാർ ഇവിടുന്ന് സാധനങ്ങൾ എങ്ങോട്ടാണ് മാറ്റുന്നത്? ഞാനിപ്പോൾ ഒരു ടെമ്പററി ഒരു സ്ഥലത്തേക്ക് ഷെഡ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യാണ്. ഇനിയിപ്പോൾ കറണ്ടിൻ്റെയൊക്കെ പ്രശ്നം വന്ന കാരണം ഞാൻ ഒരു ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒന്ന് ഡൗണിലേക്ക് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ താമസിക്കണം. ബേസിക്സുകളെല്ലാം വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള മേജർ ഐറ്റംസ് എല്ലാം ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഒതുക്കിയാണ്. ഇനിയിപ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് AWHOയും ഒപ്പം തന്നെ കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റിയും തീരുമാനിച്ചിരിക്കുന്നത്? അതിപ്പോൾ AWH ആയാലും കോർട്ടായാലും ജുഡീഷ്യറി ആയാലും നിയമം കിട്ടുമെന്നുള്ള ഇല്ല. കാരണം എൻ്റെ ലൈഫിലെ 40 വർഷത്തെ സർവീസിലെ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് അടുത്ത് പോയി ഇവിടെ പെൻഷൻ ഞങ്ങളിപ്പോൾ എവിടെ പോകുന്നു ഞങ്ങൾക്ക് അറിയത്തൊന്നുമില്ല. പക്ഷേ നിയമത്തിൻ്റെ പുറത്തൊക്കെ വിശ്വാസം ഉള്ളൂ, കൂടെ പറയണമെന്നില്ല. തുടർന്നുള്ള വാടക ഒപ്പം തന്നെ ഇതിന്റെ EMI അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും ആയിട്ടില്ല. ഇതിലോട്ടൊന്നും ഫൈനലായിട്ടില്ല. ഒരു കുറച്ച് പേർക്ക് മാത്രം കൊടുക്കുക, കുറച്ച് പേർക്ക് ഞങ്ങളുടെയൊക്കെ EMI നടന്നുകൊണ്ടിരിക്കുകയായി. ഞങ്ങൾ പെൻഷനായി. ഈ പെൻഷൻ്റെ ആവശ്യത്തിന് EMI കൊടുക്കണം, വീട്ടിലെ ചിലവ് നടത്തണം. ഇതുപോലത്തെ ഇത് ട്രാൻസ്പോർട്ടേഷൻ, ഈ ലേബേഴ്സ്, ഇവരുടെ വർക്ക്, എത്ര എക്സ്പെൻഡിച്ചർ ഇൻ അഡീഷണൽ ആയിരിക്കണം. വെരി പാത്തറ്റിക്കാ. SKN ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു സൈനികനുണ്ട്. ഇവിടെ തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെയും ഫ്ലാറ്റ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. എന്താണ് ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇനിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ 6-ാം തീയതി കളക്ടർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ പറഞ്ഞത് 5 ദിവസത്തിനകത്ത് ഇവിടുത്തെ റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ അവർക്ക് ഒരു ലിസ്റ്റ് കൊടുക്കും, ഇവിടെ താമസിക്കുന്നവരുടെ വാടക തരാനായിട്ട്. അത് 5 ദിവസത്തിനകത്ത് കൊടുക്കും. 11-ാം തീയതി 12-ാം തീയതി കൊടുത്തു. 14-ാം തീയതി ആ ലിസ്റ്റ് കളക്ടർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കോടതിയിലല്ല, AWHOന് കൊടുത്തിട്ടുണ്ട്. കോടതിയിലല്ല, AWHOന് കൊടുത്തിട്ടുണ്ട്. AWHO അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം അന്നത്തെ തീരുമാനം ഈ 11-ാം തീയതിക്കകത്ത് ലിസ്റ്റ് കൊടുത്താൽ, എലിജിബിൾ ആയിട്ടുള്ള വാടക കൊടുക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് കൊടുത്താൽ അവർ 20-ാം തീയതിക്കുള്ള ഓഗസ്റ്റ് 20-ന് മുമ്പ് വാടക എല്ലാവർക്കും കൊടുക്കണമെന്നാണ് തീരുമാനമായിരുന്നത്. അതവർ പാലിച്ചിട്ടില്ല. അതിനിടയിൽ 25-ാം തീയതി വന്നിട്ട് കളക്ടർ നോട്ടീസ് വന്ന് ഇവിടെ പതിച്ചുപോയി. 31-ാം തീയതി എല്ലാവരും ഒഴിയണമെന്നുണ്ട്. ഒഴിയണമെന്ന് പറയുമ്പോൾ എവിടേക്ക് പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എവിടേക്ക് പോകണം, ഞങ്ങൾ വഴിയിലിറങ്ങിയിരിക്കണോ അതോ ഇതിൻ്റെ മുകളിൽ കയറി ചാടണോ എന്നൊന്നും അറിയില്ല. കാരണം ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ഗതിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാനൊരു പെൻഷനറാണ്. എനിക്ക് കിട്ടുന്ന പെൻഷൻ്റെ 3/4 ഭാഗവും EMI ആയിട്ട് പോകും. അതിൽ ബാക്കി ലോൺ തരുമ്പോൾ അവർ സാമാന്യ ജീവിതത്തിനുള്ള പൈസ കഴിച്ചിട്ടേ ലോൺ തരുള്ളൂ. അത്രയും പൈസ തന്നിട്ടുണ്ട്. ആ പൈസയുടെ EMI അടയ്ക്കണം. 40,000 രൂപ അടയ്ക്കണം ഒരു മാസം. ബാക്കി ഒരു 30,000-40,000 രൂപ വാടകയ്ക്ക് ഞാൻ സ്വന്തമായിട്ട് എടുക്കുകയാണെങ്കിൽ കൊടുക്കണം. അതിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. കാരണം 30, 35, 40 വർഷത്തിലും കുറവ് സർവീസ് ചെയ്തിട്ടുള്ള ആരുമില്ല. 208 പേരിൽ 30, 35, 40 വർഷത്തിനും അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ പൊളിച്ച് കൊണ്ടുപോകണത് ഇതിലെത്ര സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടുപോയവർക്കറിയാം. പകുതിയിലധികം ഉപയോഗശൂന്യമാവും ഇത് പൊളിച്ചു കഴിയുമ്പോൾ. തീർച്ചയായും ഇവർ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവർ കടന്നു പോകുന്നത്. കാരണം 208 കുടുംബങ്ങളാണ് 28 നിലകളിലായുള്ള ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നത്. ഒരു ജീവിതകാലം മൊത്തം സൈന്യത്തിൽ ജോലി ചെയ്തതിന് ശേഷം ലഭിച്ച തുക കൊണ്ട് വാങ്ങിയ ഫ്ളാറ്റുകളാണ് ഇവർ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതായ ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. 2018-ലാണ് നിർമ്മാണം പൂർത്തിയാക്കി ഈ താമസക്കാർ ഇവിടെ താമസം തുടങ്ങിയത്. പിന്നീട് ഇവിടെ 2 വർഷത്തിനുള്ളിൽ തന്നെ ഫ്ളാറ്റിന് ബലക്ഷയം കണ്ടെത്തി. തുടർന്ന് നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ ഫ്ളാറ്റ്
പൊളിച്ചു മാറ്റുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ WHO ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്ന ചർച്ചകളിൽ ഒന്നിൽ പോലും അനുകൂലമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാടകയുടെ കാര്യത്തിലും ഒപ്പം തന്നെ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലുമെല്ലാം വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇനിയൊരു ഫ്ളാറ്റ് ഇതേ സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ഏകദേശം 9 വർഷം വേണ്ടിവരും എന്നുള്ളതാണ് WHO നിലവിൽ പറയുന്നത്. ഓക്കെ, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഇവരെങ്ങോട്ട് പോകണം എന്ന് അധികൃതർ ആദ്യം തീരുമാനിച്ചിട്ട് വേണം ഇവരെ ഇറക്കി വിടാൻ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.